അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കപ്ലാനത്തെ പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയാസിലുള്ള 470, 71, 72, 73 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ടെൽ കമ്പനി മാനുഫാക്ചേഴ്സ് ടെലിവിഷൻ ആൻഡ് സെൽ ദം ടു ലാർജ് റീറ്റെയിലേഴ്സ് ഡ്യൂ ടു ഹൈ സ്റ്റാഫ് ടേൺ ഓവർ. നോ ലിക്വിഡിറ്റി റേഷ്യോ ഹാവ് ബീൻ കാൽക്കുലേറ്റഡ് ഫോർ ദ ഇയർ ahead. The bank is concerned about the forecast increase in Tel company overdraft to 40,530 November 2004 ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. സജസ്റ്റ് ചെയ്തു നമ്മളോട് എന്ത് പറയാൻ, എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. താഴെ നമുക്ക് ഫോർകാസ്റ്റ് തന്നിട്ടുണ്ട്. 30 നവംബറിന്റെ റവന്യൂ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽ തന്നിട്ടുണ്ട്, പർച്ചേസസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഇൻവെന്ററി തന്നിട്ടുണ്ട്, റെസിവബിൾസ് തന്നിട്ടുണ്ട്, പേയ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ ടെൽ കമ്പനി ഫോർ ദ ഇയർ എൻഡ് 30 നവംബർ 2002 അല്ല, എന്താണ് 2004 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് മിസ്റ്റേക്ക് ആണ്. 2004 കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഒന്നാമത് എന്താ പറഞ്ഞത്? ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞതേ ഒന്ന്. എങ്ങനെ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കാണാം? ക്ലോസ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ ഇൻവെന്ററി എത്രയാ? 35,000 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽ എത്രയാ? 2,84,000 into എത്രയാണ്? 365. ഇത് ചെയ്യുമ്പോൾ മക്കളെ എത്രയാ വരുന്നത്? 45 ഡേയ്സ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആൻസർ കിട്ടി 45 ഡേയ്സ്. എഴുതി കൊടുക്കേണ്ട അവിടെ ഉണ്ടാവും. റെസിവബിൾസ് കളക്ഷൻ പീരീഡ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെസിവബിൾസ് കളക്ഷൻ പീരീഡ്. റെസിവബിൾസ് കളക്ഷൻ പീരീഡ് എങ്ങനെയാണ് കാണുക? റെസിവബിൾസ് 37,400 ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ എത്രയാ? 343,275 into 365 എത്രയാണ് വരുന്നത്? 40 ഡേയ്സ്. സിമ്പിൾ അല്ലേ? അടുത്ത മക്കളെ പേയബിൾ പീരീഡ് ആണ് കാണേണ്ടത്. പേയബിൾ പീരീഡ് എങ്ങനെയാ കാണുക? ട്രേഡ് പേയബിൾസ് എത്രയാ? ടോട്ടൽ 35,410 ഡിവൈഡഡ് ബൈ നമ്മൾ എന്തെടുക്കും? പർച്ചേസസ് ആണല്ലേ എടുക്കുക. 275 into 365 എത്രയാണ് വരുന്നത്? 47 ഡേയ്സ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? കറന്റ് റേഷ്യോ. കറന്റ് റേഷ്യോ എങ്ങനെയാണ് കാണുക? കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. കറന്റ് അസറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇവിടെ കറന്റ് അസറ്റ്? ഫസ്റ്റ് വരുന്നത് ഇൻവെന്ററിയിലെ 35,000 പ്ലസ് പിന്നെന്താ? റെസിവബിൾസ് കറന്റ് അസറ്റ് അല്ലേ? 37,400 all divided by current liabilities എന്തൊക്കെയുള്ളത്? 35,410. പേയബിൾസും ഉണ്ട്. ക്വസ്റ്റ്യനിൽ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഓവർ ഡ്രാഫ്റ്റ് എത്ര? 45. ഓവർ ഹെഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം എടുക്കുന്ന നമ്മൾ പേ ചെയ്യേണ്ടത്. അതൊരു കറന്റ് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ട്രീറ്റ് ചെയ്യാം. 14,500. അങ്ങനെയെങ്കിൽ മക്കളെ എത്രയാണ് ടോട്ടൽ ഇത് വരുന്നത്? റേഷ്യോ വരുന്നത് 0.954. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3 ഡെസിമൽ പ്ലേസിലാണ്. അപ്പൊ നിങ്ങൾ 0. എങ്ങനെ എഴുതും? 0.954 എഴുതും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? 6 മാർക്ക് സുഖമായിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ടെൽ കമ്പനിയുടെ ക്വിക്ക് റേഷ്യോ എത്രയാണ്? ഇപ്പൊ 0.49 ആണ്. ഇഫ് ദേ സെൽ ഹാഫ് ഓഫ് ദെയർ ഇൻവെന്ററി ടു പേ ഓഫ് പാർട്ട് ഓഫ് ദ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ടു ദെയർ ക്വിക്ക് റേഷ്യോ? മക്കളെ എല്ലാവർക്കും അറിയാം ക്വിക്ക് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ? കറന്റ് അസറ്റ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി അല്ലേ? അങ്ങനെയല്ലേ കാണാം? ഓക്കെ. ഇവിടെ ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കൺസിഡർ ചെയ്യേണ്ടതില്ല. അപ്പൊ കറന്റ് അസറ്റ് എത്രയുള്ളത്? ടോട്ടൽ പറഞ്ഞല്ലോ. കറന്റ് അസറ്റ് എത്രയുള്ളത്? എത്രയാ ടോട്ടൽ കറന്റ് അസറ്റ്? 70. എത്രയാ കറന്റ് അസറ്റ് ഉള്ളത്? ഇനി പിന്നെ റിസീവബിൾസ് മാത്രമല്ല ഉള്ളൂ, ഇൻവെന്ററി പരിഗണിക്കേണ്ട. എത്ര? 37,400. ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ചെയ്യണോ? വേണ്ട. പിന്നെന്താ ഉള്ളത്? ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി എന്തൊക്കെയാ ഉള്ളത്? 35,410 ഉണ്ട് പേയബിൾ അല്ലെ? 35,140 പേയബിളും ഉണ്ട്. പ്ലസ് പിന്നെ എന്തുണ്ട്? ഓവർ ഡ്രാഫ്റ്റ് എത്രയാ? 40,500. അതിൽ നിന്ന് എന്ത് പേ ചെയ്യാൻ നമ്മളോട് പറയുന്നുണ്ട്? ഇൻവെന്ററിന്റെ ഹാഫ് നമ്മൾ പേ ചെയ്യും. അപ്പൊ നമ്മുടെ കറന്റ് ലയബിലിറ്റി എന്ത് ചെയ്യും? ഓവർ ഡ്രാഫ്റ്റ് കുറയും. ഇൻവെന്ററി മക്കളെ എത്രയാ ഉള്ളത്? 35,000. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്?
അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 17.5, 17,500 നമ്മൾ പേ ചെയ്താൽ അത്രയും കറന്റ് ലയബിലിറ്റി കുറയുന്ന പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ക്വിക്ക് റേഷ്യോ എത്രയാന്ന് പറഞ്ഞു തരും എനിക്ക്. എത്രയാണ് ക്വിക്ക് റേഷ്യോ വരിക ഈ സിറ്റുവേഷനിൽ? പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ഓഫ് ദ ഇൻവെന്ററി പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് റേഷ്യോ എത്രയാണ് വരിക? എത്രയാണ് മക്കളെ വരിക? എത്രയാണ് വരുന്നത്? 0.64. അപ്പൊ മക്കളെ നോക്കിക്കേ, ഇപ്പോഴത്തെ റേഷ്യോ 0.49. ഇപ്പൊ നമ്മള് ഓവർ ഡ്രാഫ്റ്റ് പേ ചെയ്യാൻ ക്ലോസിംഗ് ഇൻവെന്ററി ഹാഫ് കൊടുത്താൽ 0.64. അപ്പൊ എന്തായി റേഷ്യോ? കൂടി, ഇൻക്രീസ് ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. ഇൻ ആൻ അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ദെയർ ലിക്വിഡിറ്റി പൊസിഷൻ, കമ്പനി എന്ത് ചെയ്യാൻ പോവാണ്? അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ, ക്യാഷ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ടെൽ കമ്പനി കൺസിഡറിംഗ് ഓഫറിംഗ് ആൻ ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് ആർക്ക് കൊടുക്കുകയാണ്? കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെന്ന് ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട്. അതായത് റെസീവബിൾസ് ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾ നേരത്തെ പേ ചെയ്താൽ അതിന് എന്ത് തരാം? ഡിസ്കൗണ്ട് തരാം. അങ്ങനെയെങ്കിൽ നമ്മളോട് താഴെ പറയുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓഫറിംഗ് പ്രോംപ്റ്റ് പേയ്മെന്റ് ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സ് ഷുഡ് ഡാഷ് ടൈം ടേക്കൺ ടു റിക്കവർ ഡെപ്റ്റ്. ഡെപ്റ്റ് റിക്കവർ ചെയ്യാനുള്ള ടൈം കൂടുമോ കുറയുമോ? കുറയും. സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് കൊടുത്താൽ വേഗം ആൾക്കാർ പേ ചെയ്യൂലേ? അപ്പോൾ ഡെപ്റ്റ് റിക്കവർ ചെയ്യുന്ന സമയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അടുത്ത മക്കളെ നോക്കിക്കേ. ഹൗവർ ഇറ്റ് വിൽ ഓൾസോ ഡാഷ് ടോട്ടൽ ക്യാഷ് റിസീവ്. ടോട്ടൽ ക്യാഷ് റിസീവ് ചെയ്യുന്നത് എന്താവാ ചെയ്യുക മക്കളെ? കുറയാണോ കൂടുകയാണോ ചെയ്യാമോ? കുറയല്ലേ ചെയ്യുക. സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും ഡിസ്കൗണ്ട് അവർക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈ കമ്പനി ഈസ് എ ഡൈവേഴ്സ് ബിസിനസ് ആണ്. വൺ ഡിവിഷൻ ഓഫ് വിച്ച് റെഡ് കൊറിയർ ബിസിനസ് ആണ് യൂസിംഗ് ഫ്ലീറ്റ് ഓഫ് സ്മോൾ വാൻസ് ഉപയോഗിച്ചിട്ടാണ്. ഫോളോയിങ് ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാനേജർ ഓഫ് ഡിവിഷൻ ഫോർ ഇയർ എൻഡ് 30 ജൂൺ 2004. റവന്യൂ തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ലോൺ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. യൂസിംഗ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് കാൽക്കുലേറ്റ്. 2 ഡെസിമൽ പ്ലേസിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. എല്ലാം 2 ഡെസിമൽ പ്ലേസിലോട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, മറന്നു പോകരുത്. ഒന്നാമത് കാണേണ്ടത് എന്താ? ഇൻട്രസ്റ്റ് കവർ. ഇൻട്രസ്റ്റ് കവർ എങ്ങനെയാണ് കാണുക? ഇൻട്രസ്റ്റ് കവർ എങ്ങനെയാണ് കാണുക? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഫൈനാൻസ് കോസ്റ്റ്. ഫൈനാൻസ് കോസ്റ്റ് മക്കളെ പറഞ്ഞേ, ലോൺ 60,000 ആണ്. 8% ആണ് ഒരു വർഷത്തെ ഫിനാൻസ് കോസ്റ്റ്. അങ്ങനെയെങ്കിൽ ഫിനാൻസ് കോസ്റ്റ് എത്ര വരിക? എത്ര വരുന്നത്? എത്ര? 4,800. ഇതാണ് ഫിനാൻസ് കോസ്റ്റ് ഇൻറ്റു ഇത് ചെയ്താൽ മതി. നമ്മൾ പോയിന്റ്സിലാ പറയാം. എത്രയാ വരുന്നത്? എത്രയാ വരുന്നത്? 10.2 ഡെസിമൽ 42. അപ്പൊ ഇൻട്രസ്റ്റ് കവർ കിട്ടി എത്രയാണ്? 10.42. മക്കളെ അടുത്ത് എന്താ കാണേണ്ടത്? ROC. ROC എങ്ങനെയാ കാണുക? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ കാണുക? അതല്ലടാ ഇക്വേഷന്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 50,000 ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട് എത്രയാ? 1,25,000 ഇൻറ്റു 100. എത്രയാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത്? നിങ്ങൾ ഇവിടെ പോയി 40 എഴുതിയാൽ 1.5 മാർക്ക് പോയി. കാരണം യു ഷുഡ് അപ്ലൈ 2 ഡെസിമൽ പ്ലേസ്. ശ്രദ്ധിക്കണം. 40 എഴുതിയാൽ എന്തായി? ആൻസർ പോയി, മാർക്ക് പോയി. കാരണം 2 ഡെസിമൽ പ്ലേസിൽ എക്സാമിനർ എഴുതാൻ കറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 14.00 ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കണേ മക്കളെ, അത് മറന്നു പോകരുത്. അടുത്തത് എന്താ കാണേണ്ടത്? ഗിയറിംഗ്. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ആണ് ഇവർ യൂസ് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, നമുക്ക് കാണാം. ഡെപ്റ്റ് എത്രയാണ് ഉള്ളത്? ഡെപ്റ്റ് എത്രയുള്ളത്? എത്രയുള്ളത്? 60,000 അല്ലെ? ലോൺ മാത്രമേ ഉള്ളൂ 60,000. ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ? ഉണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുക്കാൻ എങ്ങനെയാ? ഇക്വിറ്റി പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് ആണ് അല്ലെ? ഇക്വിറ്റി പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് ആണ് എന്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് യൂസ് ചെയ്താൽ പോരെ? യെസ്. അങ്ങനെയെങ്കിൽ മക്കളെ എത്രയാ വരിക? ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റിന്റെ വാല്യൂ 1,25,000. അപ്പൊ എത്ര മക്കളെ വരുന്ന ആൻസർ? ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? 48.00% ഇടണം. 48 ഇട്ട ആൻസർ തെറ്റി 0.00 കൂടെ വേണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ദ മാനേജർ ഓഫ് ദ കൊറിയർ ഡിവിഷൻ ഈസ് റിട്ടയറിംഗ് ദിസ് ഇയർ ആൻഡ് their bonus is being paid based on ROC ന്റെ പെർസെന്റേജ് വെച്ചിട്ടാണ് എന്ത് പേ ചെയ്യുന്നത്? ആ റിട്ടയർ ആവുന്ന മാനേജർക്ക് ബോണസ് പേ ചെയ്യുന്നത്.
Which two of the following actions could the manager of the courier division have taken in order to improve their bonus? അവരുടെ ബോണസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ മാനേജർ ചെയ്യാൻ സാധ്യതയുള്ള മിസ്ലീഡിംഗ് എന്തൊക്കെയാണ്? ഡിലേ റിപ്പയർസ് ടു ദ ഫ്ലീറ്റ് ഓഫ് വാൻസ്. ഡിലേ ചെയ്യിക്കുക, റിപ്പയർ ചെയ്യാതെ വെച്ചേക്കുക. റിപ്പയർ ചെയ്താൽ കോസ്റ്റ് കൂടും, അപ്പൊ എന്ത് ചെയ്യും? ROC ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയും, അപ്പൊ അദ്ദേഹത്തിന്റെ ബോണസ് കുറയും. അപ്പൊ ഡിലേ ചെയ്യൂലേ, റിപ്പയർ ചെയ്യാണ്ട് വെച്ചേക്കാനുള്ള ചാൻസ് ഉണ്ട്. ക്ലോസിംഗ് ഇൻവെന്ററി അണ്ടർസ്റ്റേറ്റ് ചെയ്താൽ പ്രോഫിറ്റ് കൂടുക ചെയ്യാം. ക്ലോസിംഗ് ഇൻവെന്ററി അപ്പൊ നോക്കിക്കേ, understate the closing inventory of fuel held in the depot, which means closing inventory understate ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കോസ്റ്റ് ഓഫ് സെയിൽ കൂടും, അപ്പൊ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ അത് ചെയ്യോ? ഇല്ല. അടുത്ത മക്കളെ നോക്കിക്കേ, ഇൻക്ലൂഡ് ഓൾ റവന്യൂ ഫോർ ആൻ അൺകംപ്ലീറ്റഡ് ന്യൂ കോൺട്രാക്ട്. ശരിയാ, കൂട്ടൂലേ? കംപ്ലീറ്റ് പോലും ചെയ്യാത്ത കോൺട്രാക്ട് എന്നൊക്കെ വരാൻ പോകുന്ന റവന്യൂവിനെ കൂട്ടി കാണിക്കുക. ചെയ്യാൻ ചാൻസ് ഇല്ലേ? അടുത്ത മക്കളെ നോക്കിക്കേ, മാനേജ്മെന്റ് ഓഫ് ഡ്രൈവ് കമ്പനി വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് സം മോർ ഓപ്പറേഷണൽ മെഷേഴ്സ് കൊണ്ടുവരാൻ പോവാണ് പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർ വുഡ് ബി മോസ്റ്റ് യൂസ്ഫുൾ ആവും ഈ കമ്പനിക്ക് ഏതായിരിക്കും? ഇതൊരു ഡ്രൈവിംഗ് കമ്പനിയാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആവും ഏതാ? കോസ്റ്റ് പെർ 10 മൈൽ ആണ് കേട്ടോ. അവർ ട്രാവൽ ചെയ്യുന്ന ഡ്രൈവിംഗ് കമ്പനി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, മാൻ കമ്പനി കറന്റ് സെൽ 25 സ്റ്റൈൽ ഓഫ് സ്പോർട്ട് വാച്ചസ് ആണ് സെൽ ചെയ്യുന്നത്. മാർക്കറ്റ് ഹാസ് റിമെയിൻഡ് സ്റ്റാറ്റിക് വിത്ത് ആൻ ഓവറോൾ റവന്യൂ എത്രയാണ്? മാർക്കറ്റിൽ ഈ വാച്ച് കമ്പനീസിനുള്ള ഓവറോൾ റവന്യൂ എത്രയാണ്? $50 മില്യൺ ആണ്. Man company is always trying to bring out new design and colors to try and increase market share, at least maintain it. In order to not fall behind their competitors, Man company tries to bring new product to the market quickly കൊണ്ടുവരാനായി ശ്രമിക്കും. Therefore, Man company undertakes market research 1 year and the result of market research are incorporated in the new style colors that are launched in the next year. അതായത് ഈ വർഷം നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലോഞ്ച് എപ്പോഴാണ് ഉണ്ടാവുക? അടുത്ത വർഷം. ഓക്കെ. Historically, Man company have measured their performance by looking for an increasing in the revenue and net profit figures and ensuring that there is cash in the bank. A new financial manager has been appointed who is keen to increase the range of performance measures used by Man company. നമുക്ക് ഡാറ്റാസ് തന്നിട്ടുണ്ട് 31 ഒക്ടോബർ 2003 31 ഒക്ടോബർ 2004. ആദ്യം നമുക്ക് കാണേണ്ടത് എന്താണ് മക്കളെ? നെറ്റ് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് കാണേണ്ടത്. എന്താണ് ആദ്യം കാണേണ്ടത്? നെറ്റ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ്. എങ്ങനെയാ മക്കളെ നെറ്റ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കാണുക? 2000 ഏതിൽ തന്നെ ചോദിച്ചത്? 1 ഡെസിമൽ പ്ലേസിലുമാണ് കാണിക്കാനായിട്ട്. അങ്ങനെയെങ്കിൽ മക്കളെ ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ കാണുക നെറ്റ് പ്രോഫിറ്റ് മാർജിന്? എത്രയാ നെറ്റ് പ്രോഫിറ്റ്? എത്രയാ 2004 3,48,000 ഡിവൈഡഡ് ബൈ എന്താ വെച്ചാ നോക്കുക? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഒക്കെ നമ്മൾ എന്തിലാ നോക്കുക? സെയിൽസ് റവന്യൂല്. ആ വർഷത്തെ സെയിൽസ് റവന്യൂ എത്രയാ? 6 മില്യൺ. വിച്ച് മീൻസ് ഇത് ചെയ്തേ മക്കളെ എത്രയാ? ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് സെയിൽസ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കിട്ടും. എത്രയാ? വേഗം ചെയ്ത എത്രയാ? 5.8. വെരി ഗുഡ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡെസിമലിൽ കാണിക്കണം. നമ്മ 5.8% നമ്മൾ കാണിച്ചു അല്ലെ. അടുത്തത് എന്താ ചോദിച്ചത്? മാർക്കറ്റ് ഷെയർ ആണ് കാണാൻ പറഞ്ഞ. ആരുടെ? കമ്പനിന്റെ ഏത് ഇയറിലത്തെ? 2004 മാർക്കറ്റ് ഷെയർ എങ്ങനെയാ മക്കളെ കാണാം? 2004 എത്രയാ കമ്പനിന്റെ സെയില്? 6 മില്യൺ. കൂടിപ്പോയൊരു 0 ഉണ്ട്. 0 കൂടിപ്പോയി. 6 മില്യൺ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് ഷെയർ എന്ന് വെച്ചാൽ മക്കളെ മാർക്കറ്റിലെ ടോട്ടൽ സെയിൽസ് റവന്യൂന്റെ എത്ര പെർസെന്റേജ് നമ്മുടെ കമ്പനിക്ക് ഉണ്ട് എന്ന് നോക്കുന്നതാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ടോട്ടൽ എത്ര ഷെയർ ഉണ്ട് മാർക്കറ്റിലെ എല്ലാ കമ്പനീസിനും കൂടെ വാച്ചിന്? 50 മില്യൺ ഉണ്ട്. ഇതിങ്ങനെ ചെയ്താലും മതി, നിങ്ങൾ പൂജ്യടാനാവുന്നില്ല. 6 ഡിവൈഡഡ് ബൈ 50 ചെയ്താൽ മതി ഇൻറ്റു 100. എത്ര ആൻസർ വരുന്നതെന്ന് പറഞ്ഞൊരു 12% ആണോ? അല്ലെ, 12%. 12% ചെയ്താൽ മാർക്ക് കിട്ടുമോ? കിട്ടുമോ? നിങ്ങൾ എന്ത് ചെയ്തണം? 0.0 ഇടണം. മറക്കരുത് പ്ലീസ്. ഈ ഏരിയയിൽ മാർക്ക് പോകുന്ന ഏരിയ ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് ഇൻക്രീസ് ഇൻ റവന്യൂ. റവന്യൂ എത്ര ഇൻക്രീസ് ആയിട്ടുണ്ട്? നമുക്ക് ഇൻക്രീസ് കാണാൻ അറിയാം. ന്യൂ ഫിഗർ മൈനസ് ഓൾഡ് ഫിഗർ ഡിവൈഡഡ് ബൈ ഓൾഡ് ഫിഗർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുനോക്കിയാലോ മക്കളെ? ന്യൂ ഫിഗർ എത്രയാ? സെയിലിന്റെ 6 മില്യൺ അല്ലെ. ഓൾഡ് ഫിഗർ എത്രയാ? 5.75.
ഡിവൈഡഡ് ബൈ ഓൾഡ് ഫിഗർ 5.75. ഇതൊന്ന് ചെയ്തേടാ. ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എത്രയാണ് പെർസെന്റേജ്? 4.3 2 ഡെസിമൽ പ്ലേസ് ആ. 4.3 എത്രയാ വരുന്നത്? ടോട്ടൽ എന്ന് പറഞ്ഞ 4.35. ഓക്കെ ആണോ? ഇനി നമുക്ക് കാണേണ്ടത് റവന്യൂ പെർ സ്റ്റൈൽ ഓഫ് വാച്ച് ഫോർ 2004. റവന്യൂ പെർ സ്റ്റൈൽ ഓഫ് വാച്ച് എങ്ങനെയാ കാണാം? റവന്യൂ എത്രയാ 2004-ല്? എത്രയാ റവന്യൂ? 6 മില്യൺ അല്ലെ? അതിൽ എത്രയാണ് മക്കളെ, എത്ര സ്റ്റൈലാ നമ്മൾ ഉണ്ടാക്കിയത് ആ വർഷം? 25. അങ്ങനെയെങ്കിൽ ഒരു സ്റ്റൈൽ മന്ത് നമുക്ക് കിട്ടിയ റവന്യൂ എത്രയാണ്? നിങ്ങൾ 6 മില്യൺ ഇടണേ, ഡിവൈഡഡ് ബൈ 25 ചെയ്ത് നോക്കി. 25 സ്റ്റൈലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ ഒരു സ്റ്റൈലിന് കിട്ടിയ റവന്യൂ കിട്ടും എത്രയാ? 2,40,000. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻക്രീസ് ഇൻ സെയിൽസ് പെർ ഡോളർ ഓഫ് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് കാരണം നമ്മൾക്ക് എത്ര ഡോളർ സെയില് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? ഇതൊരു ട്രിക്കിയാണ്, ഒന്ന് ശ്രദ്ധിക്കുക എല്ലാരും. മക്കളെ, നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വർഷമാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ലോഞ്ച്, അതിന്റെ എഫക്ട് ഏത് വർഷം ഉണ്ടാവുക? നെക്സ്റ്റ് ഇയർ. മക്കളെ, 2003-ലെ റിസർച്ച് കാരണം എത്ര സെയിൽസ് റവന്യൂ കൂടി? 5.75 എത്ര കൂടി? 0.25, which means 2,50,000 സെയിൽ കൂടി. അതെന്ത് കാരണമാണ് വന്നത്? കഴിഞ്ഞ വർഷത്തെ റിസർച്ച് കാരണമാണോ? അങ്ങനെയെങ്കിൽ മക്കളെ എത്രയാണ് ഒരു റിസർച്ച് കോസ്റ്റ് മേൽ എത്ര സെയിൽസ് റവന്യൂ ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് നോക്കിക്കേ. 2,50,000 ഡിവൈഡഡ് ബൈ 2 lakhs ചെയ്താൽ കിട്ടും $1 മാർക്കറ്റ് റിസർച്ച് മേൽ സ്പെൻഡ് ചെയ്യുന്നതിന് എത്ര സെയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്? എത്രയാ വരുന്നത്? 1.2 ഡെസിമലിൽ കാണിക്കണം, 1.25. അപ്പൊ മക്കളെ, $1 മാർക്കറ്റ് റിസർച്ചിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് എത്ര റവന്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്? 1.25 റവന്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇതിൽ തന്നെ ഉണ്ട് അല്ലെ. മാൽ കമ്പനീസ് ആർ കൺസിഡറിംഗ് സെറ്റിംഗ് അപ്പ് അനദർ ഡിവിഷൻ സെല്ലിംഗ് എക്സ്പെൻസീവ് വാച്ചസ് ഉണ്ടാക്കുന്ന ഡിവിഷന് കൺസിഡർ ചെയ്യാൻ പോവാണ് നമ്മൾ. ഓക്കെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. 2 divisions would be run as profit centers with head office cost നമ്മൾ allocate ചെയ്യും ഓരോ ഡിവിഷനിലോട്ടും. മാനേജേഴ്സ് ബോണസ് will be depend on the divisions meeting their target ബേസ് ചെയ്തിട്ടാണ്. ടാർജറ്റ് ദാറ്റ് ആർ ബീയിങ് കൺസിഡർഡ്, ടാർജറ്റ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്രയും ടാർജറ്റ് ബേസ് ചെയ്തെങ്ങാനാണ്. വിച്ച് ഓഫ് ദ ടാർജറ്റ് ഷുഡ് ബി യൂസ്ഡ് ടു അസസ് പെർഫോമൻസ് ഓഫ് ദ ഡിവിഷണൽ മാനേജർ? ഏതായിരിക്കും മക്കൾ ഏറ്റവും ബെസ്റ്റ് ഇവരെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാൻ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മിസ്ലീഡിങ് ചെയ്യാൻ പറ്റും, കോൺട്രിബ്യൂഷൻ സിമ്പിൾ ആയി പറ്റും. പിന്നെയും പറ്റാത്ത ഏതൊക്കെയാണ്? നെറ്റ് പ്രോഫിറ്റ് മാർജിനും ROC-യും വെച്ചിട്ട് ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ്. കോൺട്രിബ്യൂഷൻ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും വെച്ചിട്ട് എന്ത് ചെയ്യരുത്? പെർഫോമൻസ് അസസ് ചെയ്യരുത്. അതൊക്കെ സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിഗേഴ്സ് ആണ്. ഓക്കെ, ഏതൊക്കെയാ ഓപ്ഷൻ വരിക? സി ആണ് ഓപ്ഷൻ. Just a second, one more question. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം. ഓ സോറിടാ, ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹെഡ് ഓഫീസ് കോസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? 2 ഡിവിഷൻസിനെ പ്രോഫിറ്റ് സെന്റേഴ്സ് ആയിട്ടാണ് നോക്കുന്നത്. അതല്ലാത്ത കോസ്റ്റ് സെന്റേഴ്സിനെയൊക്കെ ഹെഡ് ഓഫീസിന്റെ എന്ത് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് സെന്റേഴ്സിൽ വരുന്നില്ല. പ്രോഫിറ്റ് സെന്റേഴ്സ് ആയി വരുന്നത് ഇവിടെ ഏതൊക്കെയാ? ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജും പിന്നെ
കോൺട്രിബ്യൂഷനും. ഇതൊക്കെയാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് അല്ലാതെ നെറ്റ് പ്രോഫിറ്റ് സെന്റേഴ്സ് എന്നൊക്കെ പറയുന്നത് അവർ അതിലുപരി എന്തും നോക്കുന്നുണ്ട്? റിട്ടേൺ ഓൺ ROC എന്നൊക്കെ പറയുന്നത് എന്തും കൂടെ നോക്കുന്ന സെന്റേഴ്സ് ആണ്, ഇൻവെസ്റ്റ്മെന്റും കൂടെ നോക്കുന്ന. അവിടേക്ക് എന്ത് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഹെഡ് ഓഫീസിന്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മാനേജർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകൾ ഉപയോഗിച്ചെങ്ങാനാണ്. അപ്പൊ ഈ നെറ്റ് പ്രോഫിറ്റ് ROCയിലുള്ള കോസ്റ്റുകൾ ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ബൈ ഹെഡ് ഓഫീസ് കോസ്റ്റിന്റെ കോസ്റ്റ് ആണ്. അത് ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണോ? അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജും കോൺട്രിബ്യൂഷനും ആണ്. കാരണം നമ്മൾ ഈ പെർഫോമൻസ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു മാനേജർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് കൺട്രോളബിൾ ആവുന്ന കോസ്റ്റുകൾ ഉള്ളത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പെർഫോമൻസ് അസസ് ചെയ്യാൻ. ആ ടെസ്റ്റ് അതാണ് ടെസ്റ്റ് ചെയ്തത്. ഞാൻ മറ്റേ രീതിയിൽ ചിന്തിച്ചു പോയി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗ്രബ് കമ്പനി is a fast food restaurant. Historically, they have been always relied upon financial measures of performance, concentrating on ratios such as number of burgers sold and the profit made per burger sold. Grab company is now considering implementing ഏത് കൊണ്ടുവരാണ്? ബാലൻസ്ഡ് സ്കോർ കാർഡ് അപ്രോച്ച് കൊണ്ടുവരികയാണ്. Complete the following statement about the balanced scorecard approach, choosing from the options available. Before a balanced scorecard approach can be considered, the organization need first have dash. എന്താ വേണ്ടത്? മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യമാണ് ഒരു കമ്പനിക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ട കാര്യം എന്താണ്? മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത മക്കളെ ഗ്യാപ് 2 എന്താ ചോദിച്ചത്? ദ ബാലൻസ്ഡ് സ്കോർ കാർഡ് അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ലോങ് ടേം. നമ്മൾ അഡ്വാൻറ്റേജസിൽ പഠിച്ചിട്ടുണ്ട് ലോങ് ടേം ആണ്. പിയും കിട്ടിയോ? അടുത്ത മക്കളെ നോക്കിക്കേ. ഈച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഫിനാൻഷ്യൽ ആണോ, കസ്റ്റമർ ആണോ, ഇന്റേണൽ ബിസിനസ് ആണോ, ഇന്നോവേഷൻ ആണോ, ലേണിംഗ് പെർസ്പെക്റ്റീവ് ആണോ? ഗ്രബ് കമ്പനിന്റെ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ബർഗർ, ഒരു ബർഗറിന് കിട്ടിയ പ്രോഫിറ്റ്, അതെന്ത് മെഷറാ? ഫിനാൻഷ്യൽ മെഷർ. Time taken from the customer ordering food to being passed to the customer. Internal business അല്ലേ? Efficiency നോക്കുന്നതാണ്. Percentage of employees with a higher level of food hygiene certificate. ഇന്നോവേഷന്റെ ഭാഗമായിട്ടല്ലേ മക്കളെ നോക്കിയേ. ഫുഡ് ഹൈജീൻ സർട്ടിഫിക്കറ്റ് അത് ലേണിംഗിന്റെ ഭാഗമായിട്ട് എംപ്ലോയീസിന് കിട്ടുന്നല്ലേ. അപ്പൊ ഏതാ വരിക? ഇന്നോവേഷൻ ആൻഡ് ലേണിംഗ്. Percentage of burgers cooked but not sold as they are inedible. ഏതാ? ഇന്റേണൽ ബിസിനസിന്റെ എഫിഷ്യൻസി കുറഞ്ഞത് കാരണമല്ലേ ആ ബർഗർ സെല് ചെയ്യാൻ പറ്റാതിരുന്നത് അല്ലേ? അടുത്ത മക്കളെ നോക്കിക്കേ. Which of the following explanation of benchmarking is incomplete? There are 4 types of benchmark being dash, competitive, functional and strategic. ഏതാ? ഇന്റേണൽ അല്ലേ? യെസ്. അടുത്ത മക്കളെ നോക്കിക്കേ. കമ്പയറിംഗ് ദ റിസൾട്ട് ഓഫ് ഗ്രബ് കമ്പനി. ഗ്രബ് ഒരു ബർഗർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അത് McDonald'sആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ബെഞ്ച് മാർക്കിങ്ങിന്റെ പേരെന്താ? കോമ്പറ്റീറ്റീവ് ബെഞ്ച് മാർക്കിംഗ് അല്ലെ? മാർക്കറ്റിലെ ബെസ്റ്റ് കോമ്പറ്റീറ്ററുമായിട്ട് നമ്മുടെ കമ്പനീനെ ബെഞ്ച് മാർക്ക് ചെയ്യുന്നതിനെയാണ് കോമ്പറ്റീറ്റീവ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. മക്കളെ സിസ്റ്റമാറ്റിക് ബെഞ്ച് മാർക്കിങ്ങിന്റെ സ്റ്റെപ്സ് ഏതാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും, പിന്നെ അനലൈസ് ചെയ്യും, എന്നിട്ട് ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യും, റിവ്യൂ ചെയ്യും. ഏതാ? ഓപ്ഷൻ സി.